ഹലോ, ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ചബ്ബി ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. എനിക്ക് പൊതുവേ ചബ്ബി ഗേൾസിനോട് പ്രത്യേക സ്നേഹമുണ്ട് എന്ന് തന്നെ വിചാരിക്കാം. അപ്പൊ ഇന്നും ചബ്ബി ഗേൾസിന് വേണ്ടിയിട്ട് ഒരു മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് മിസ്റ്റേക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാരി വെയർ ചെയ്യുമ്പോൾ, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, ഓവർ പഫ് ആയിട്ടുള്ള സ്ലീവ് യൂസ് ചെയ്യണം. ഓൾറെഡി ചബ്ബി ആവുന്നതുകൊണ്ട് കയ്യിൽ കുറച്ച് ഫാറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഓവർ പഫ് ആവുമ്പോൾ കുറച്ചും കൂടി കൈ വലിയതായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി വണ്ണമായിട്ട് ഫീൽ ചെയ്യും. സോ അത് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാര്യം നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഹൊറിസോണ്ടൽ പാറ്റേൺസ് അവോയ്ഡ് ചെയ്യുക. ബിഗ് ഹൊറിസോണ്ടൽ പാറ്റേൺസ് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കിയാലോ, ടിഷ്യൂ ഫാബ്രിക് യൂസ് ചെയ്യരുത്. കാര്യം അത് നിങ്ങളെ കുറച്ചും കൂടെ ഹെവി ഫീൽ തോന്നിക്കും. അതുകൊണ്ട് ടിഷ്യൂ ഫാബ്രിക് മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് നോക്കിയാലോ, ഹൈ നെക്ക് വിത്ത് ഹെവി വർക്കാണ്. ഹൈ നെക്ക് ആകുമ്പോഴത്തേക്കും നിങ്ങളെ കാണാനായിട്ട് കുറച്ചും കൂടി ചപ്പിയായിട്ട് ഫീൽ ചെയ്യും. എപ്പോഴും നെക്ക് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നെ കാണുന്ന രീതിയിലുള്ള നെക്ക് യൂസ് ചെയ്യുക. ഒരിക്കലും കയറി ഇരിക്കുന്നല്ലാതെ കുറച്ച് താഴ്ത്തിയിട്ടുള്ള നെക്ക് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളെ കാണാൻ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ചബ്ബി ഗേൾസ് ബ്ലൗസ് എടുക്കുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതേപോലത്തെ സ്റ്റൈലിംഗ് ടിപ്പിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വച്ചേക്കുക. അതേപോലെ നിങ്ങളുടെ ചബ്ബി ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ബൈ.